പറ്റൂല, ഒന്നും പറ്റൂല. നമുക്ക് വീട്ടിൽ പോവാം. ഒന്നും പറ്റാണ്ട് തരുമല്ല. ഞങ്ങൾക്ക് ഉമ്മയിലല്ലോ, മാത്രല്ലോ കരയുണ്ടാക്കല. അതിക്കൊന്നും സംഭവിക്കില്ല. അത് വേഗം വീട്ടിലേക്ക് വരാട്ടാ. ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആപ്പിയുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ പോയി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. എനിക്ക് നെഞ്ചിട്ടൊരു മഴയായിരുന്നു, അത് ബുദ്ധിമുട്ടിലാണ്. എന്നെ എല്ലാവരും സഹായിക്കണം. എൻ്റെ ഭാര്യ മരിച്ചു പോയിട്ട് 1.5-2 വർഷത്തോളമായി. എൻ്റെ 2 മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒന്നൊന്ന് സഹായിക്കണം. എനിക്ക് 2 പെൺമക്കളാണ്. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. അവർക്ക് ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല എൻ്റെ മക്കൾക്ക്. എല്ലാവരും എന്നെ സഹായിക്കണം. പഠിച്ചവനെ ഓർത്ത്, എൻ്റെ മക്കളെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കണം എല്ലാവരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ നിങ്ങളുടെ മുന്നിൽ വിവരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം ഈ മക്കളുടെ കണ്ണീര് കണ്ടാല് ഒരു വാപ്പമാർക്കും ഒരു ഉമ്മമാർക്കും സഹിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കളാണ് ഇതുപോലെ നമ്മുടെ കൈ പിടിച്ച് കരയുന്നതെങ്കിൽ നമ്മളൊക്കെ നെഞ്ചുപൊട്ടി മരിക്കും. കാരണം ഉമ്മ മരണപ്പെട്ട് ഈ 2 മക്കളെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഉപ്പയാണ്. ഈ ഉപ്പ ഇന്ന് അദ്ദേഹത്തിന്റെ അന്നനാളത്തിന് ട്യൂമർ ബാധിച്ച് അതിന്റെ സർജറി കഴിഞ്ഞ് തുടർ ചികിത്സ നടത്താൻ പൈസ ഇല്ലാതെ, നിലവിൽ ബില്ലടക്കാൻ വഴിയില്ലാതെ ഇവിടെ കിടക്കുമ്പോ ഈ മക്കൾക്ക് അവരുടെ വാപ്പാര വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥന നടത്തണേ. ഇനി 30 ലക്ഷം രൂപ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുക. ഈ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ഇത് നമ്മുടെ മക്കളാണ് എന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം പ്രിയപ്പെട്ട സിനോജിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുത്താൽ ഈ 2 മക്കൾക്ക് അവർക്ക് വാപ്പാര കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. എല്ലാവരും സഹായിക്കണം, എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സിനോജിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി, ബന്ധപ്പെട്ട ആളുകളൊക്കെ അതിന്റെ പുറത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരെ, ഞാൻ ബെന്നി ബെഹനാൻ, ചാലക്കുടി MP ആണ്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ പട്ടിമറ്റം പ്രദേശത്ത് ഒരു ഏറ്റവും അർഹതപ്പെട്ട, ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും അർഹതപ്പെട്ട സഹായം ലഭിക്കേണ്ട ഒരു കാര്യത്തിൻ്റെ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അന്നനാളത്തിൽ ക്യാൻസറായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 20 ലക്ഷം രൂപ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും തുടർ ചികിത്സ വേണമെന്ന് പറയുന്നു. ഭാര്യ മരിച്ചുപോയ അദ്ദേഹത്തിന് 2 പിഞ്ചു മക്കളാണുള്ളത്. അദ്ദേഹത്തെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ശ്രീ ഫിറോസ് കുന്നംപുറത്തിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഈ കാര്യത്തിലുണ്ട്. എല്ലാവരുടെയും സഹായം ഞാൻ ഒരിക്കൽ കൂടി വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരെ, ഞാൻ പട്ടിമറ്റം കൈതക്കാട് മുസ്ലിം ജമാഅത്തിൽ ദാറുൽ ഹുസ്ന അറബിക് കോളേജിൻ്റെ ചെയർമാനും പ്രിൻസിപ്പാളും നജീബ് മൗലവിയാണ് സംസാരിക്കുന്നത്. നമ്മളുടെ ഇപ്പോൾ ഈ പറയപ്പെട്ട സിനാജ് എന്ന് പറയപ്പെടുന്ന, അനൂപ് ഹംസ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരനായ സഹോദരൻ അന്നനാളത്തിൽ ട്യൂമർ വന്ന് വളരെ പ്രയാസകരമായൊരവസ്ഥയിൽ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നതിന് തന്നെ 10-20 ലക്ഷത്തോളം രൂപ ഉടനെ ആവശ്യമുണ്ട്. തുടർ ചികിത്സയും ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർധനമായ കുടുംബമാണ് ഈ കുടുംബമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ സിനാജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2 പിഞ്ചു മക്കൾ. ആ മക്കളുടെ ഉമ്മ നഷ്ടപ്പെട്ടതാണ്. ഇനി ആകെയുള്ളത് ആ മക്കൾക്ക് പിതാവ് മാത്രമാണ്. പിതാവ് കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ആ മക്കളുടെ അവസ്ഥയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ ഒരു ചികിത്സാ സഹായം ഏറ്റവും അർഹതപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പറയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിവിൽ പരമാവധി ഒരു സഹായം നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം. കാരണം ഏറ്റവും അർഹതപ്പെട്ട, നമുക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കേസായതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വീഡിയോയുമായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഈ പിഞ്ചുമക്കളെ അദ്ദേഹത്തിന് നോക്കി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് നമ്മളുടെ എല്ലാവരുടെയും കടമയും കടപ്പാടുമാണ്. ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ വീട്, അതിന് തന്നെ ഏകദേശം 6 ലക്ഷം രൂപയോളം ലോണ് ഉണ്ട് എന്നാണ് ഇവിടെ പറയപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനെ ഓർത്ത്, പടച്ചവനെ ഓർത്ത് നിങ്ങളെല്ലാവരും നല്ലൊരു സഹായം ഇതിലേക്ക് ചെയ്ത്
ഈ സഹായം, ഈ ഒരു ചികിത്സാ സഹായം നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. നമസ്കാരം. PM സലാമാണ്. ഞാനിപ്പോൾ ഉള്ളത് പട്ടിമറ്റം ചെങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞങ്ങൾ കൂടെ ഒന്നിച്ച് ഫിറോസ് കുന്നംപറമ്പിലുണ്ട്, അവരുടെ ബഹുമാനപ്പെട്ട MP ബെന്നി ബേനാഞ്ചേട്ടനുണ്ട്, അതുപോലെ ഇവിടുത്തെ മഹലിൻ്റെ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ തന്നെ ഈ സമയത്ത് ഒത്തുകൂടിയിരിക്കുന്നത് സിനാജ് എന്ന് പറയുന്ന, അനൂപ് എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ വളരെ എമർജൻസി ആയിട്ടുള്ള കാര്യം അറിയിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ അന്നനാളത്തിൽ ക്യാൻസറാണ്, ട്യൂമറാണ്. വളരെ എമർജൻസി ആയതിൻ്റെ പേരിൽ ആശ്രമ മെഡിസിറ്റിയിൽ അദ്ദേഹത്തെ സർജറി നടന്നു കഴിഞ്ഞു. 20 ലക്ഷം രൂപ ഇനി അവിടെ അടയ്ക്കാനുണ്ട്. ഇനിയും ഒരു സർജറി ഉണ്ട്, മുൻപോട്ട് ചികിത്സയുണ്ട്. വളരെ നിർദ്ധനായ ഒരു കുടുംബമാണ്. സഹായിക്കാൻ നമ്മളൊക്കെ തന്നെയുള്ളൂ. വളരെ സങ്കടം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ഈ 2 മക്കളുടെ ഉമ്മ മരണപ്പെട്ടിട്ട് അധികമായിട്ടില്ല. വാപ്പായാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും സഹായിക്കണം. മക്കളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് ഒരു കാരണവശാലും സഹായിക്കാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവരുടെ. വളരെ നിർദ്ധരായ കുടുംബം, ലോണിലാണ് വീടിരിക്കുന്നത്, ചികിത്സിക്കാനൊരു വഴിയില്ല. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. 100 രൂപയാണെങ്കിലും ഇവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും പ്രിയപ്പെട്ട സിനാജ് എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ അനൂപിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത്രയ്ക്കും സീരിയസ് ആണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ നടക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും സഹായിച്ചാലേ പറ്റുള്ളൂ. ഇപ്പൊ ചെയ്ത സർജറിക്ക് ഏകദേശം 20 ലക്ഷം രൂപയായിട്ടുണ്ട്. അതിന്റെ ബില്ലടയ്ക്കാൻ പോലും ഇല്ലാതെ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു വഴിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കാണുന്ന ആളുകൾ മുഴുവൻ, പ്രിയപ്പെട്ട MP-യും ഈ നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും അതുപോലെ തന്നെ മഹല്ല് ഭാരവാഹികളും 100 കണക്കിന് ഈ ആളുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഈ അഭ്യർത്ഥനയുമായിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മനുഷ്യന്റെ ചികിത്സയ്ക്ക് ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേരിലുള്ള, സിയാദിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും Google Pay ഒക്കെ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.